ഹേ എവ്രി വൺ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളൊരു പയറുപ്പേരി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. ഇനി ഞാനിവിടെ ഒരു കടായി എടുത്തിട്ട് അതിലോട്ട് കുറച്ചധികം കോക്കനട്ട് ഓയിലും അത് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ കടുക് ആഡ് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞ് സവാളയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് നടു കീറിയതും കുറച്ച് കരിവേപ്പിൻ്റെലയും ഇട്ടിട്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആ പയറൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതാ ഒന്ന് മൂടി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇനി തുറന്ന് നോക്കിയിട്ട് ജസ്റ്റ് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് വെന്തിക്കണമെന്നൊന്ന് നമ്മൾക്ക് കൈ വെച്ചിട്ടൊന്ന് ഉടച്ച് നോക്കുക. വെന്തിട്ടുണ്ടെങ്കിൽ കുറച്ച് തേങ്ങൻ്റെ ഒരു അരമുറി തേങ്ങ ഞാനിവിടെ ചിരകി വെച്ചിട്ടുണ്ട്. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 5 to 6 മിനിറ്റ്സ് വരെ ക്ലോസ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ഓപ്പൺ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു പയറുപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതുണ്ടെങ്കിൽ ഭക്ഷണത്തിനൊപ്പം കഴിക്കാൻ വരെ ഒന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.